ക്ഷമിക്കണം. ഹരേ കൃഷ്ണ. ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പൂർവാഭിഷ്ടം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം 17-ാം അധ്യായം 17-ാം ശ്ലോകം. ചിത്രകേതു ഉവാച പ്രതിഗ്രഹ്ണാമി തേ ശാപം ആത്മനോ അഞ്ജലീനാംബികേ ദൈവൈർമധ്യായ യത്രോക്തം പൂർവദ്ദിഷ്ടം ഹി തസ്യ തത്. ചിത്രകേതു ഉവാച പ്രതിഗ്രഹ്ണാമി തേ ശാപം ആത്മനോ അഞ്ജലീനാംബികേ ദൈവൈർമധ്യായ യത്രോക്തം പൂർവദ്ദിഷ്ടം ഹി തസ്യ തത്. പ്രതിഗ്രഹ്ണാമി തേ ശാപം ആത്മനോ അഞ്ജലീനാംബികേ ദേവൈർമധ്യായ യത്രോക്തം പൂർവദിഷ്ടം ഹി തസ്യ തത്. പ്രതിഗ്രഹ്ണാമി തേ ശാപം ആത്മനോ അഞ്ജലീനാംബികേ ദൈവൈർമധ്യായ യത്രോക്തം പൂർവദിഷ്ടം ഹി തസ്യ തത്. ചിത്രകേതു ഉവാച പ്രതിഗ്രഹ്ണാമി തേ ശാപം ആത്മനോ അഞ്ജലീനാംബികേ ദൈവൈർമധ്യായ യത്രോക്തം പൂർവദിഷ്ടം ഹി തസ്യ തത്. ഹരേ കൃഷ്ണ. ചിത്രകേതു ഉവാച പ്രതിഗൃഹ്ണാമി തേ ശാപം ആത്മനോ അഞ്ജലിനാംബികേ ദേവൈർമധ്യായ യത്രോക്തം പൂർവദിഷ്ടം ഹി തസ്യ തത്. വിവർത്തനം ആവർത്തനത്തോടെ. ചിത്രകേതു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മാതാവേ, അവിടുത്തെ ശാപം കൂപ്പുകൈകളോടെ ഞാൻ സ്വീകരിക്കുന്നു. ഈ ശാപത്തിൽ എനിക്ക് വിഷമമില്ല. കാരണം സുഖദുഃഖങ്ങളെല്ലാം ഒരുവന്റെ പൂർവ കർമ്മങ്ങളുടെ ഫലമെന്ന നിലയിൽ ദേവന്മാരാൽ നൽകപ്പെടുന്നതാണ്. ഭാവാർത്ഥം ശ്രമിക്കുക. ചിത്രകേതു ഭഗവാന്റെ ഒരു ഭക്തനാകയാൽ പാർവതി മാതാവിന്റെ ശാപത്താൽ അവൻ ഒട്ടും അസ്വസ്ഥനാക്കപ്പെട്ടില്ല. ഒരുവൻ സന്തോഷമോ ദുഃഖമോ അനുഭവിക്കുന്നത് ദൈവനേത്രേണ പരമാധികാരിയുടെ അഥവാ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ ഇടനിലക്കാരുടെ ആജ്ഞയാൽ അവന്റെ പൂർവകർമ്മങ്ങളുടെ ഫലങ്ങളാൽ നിന്നാണ്. ചിത്രകേതുവിന് നന്നായി അറിയാമായിരുന്നു താൻ
ശിവന്റെയോ പാർവതി ദേവിയുടെയോ പവിത്ര പാദങ്ങളിൽ ഒരു അപരാധവും ചെയ്തിട്ടില്ലെന്നും എന്നിട്ടും താൻ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഈ ശാപം ഈശ്വരകൽപിതമാണെന്നും അവൻ അറിഞ്ഞു. അതുകൊണ്ട് രാജാവ് അതിൽ വിഷമിച്ചില്ല. ഒരു ഭക്തൻ സ്വാഭാവികമായി വിനീതനും ശാന്തനുമാകയാൽ ജീവിതത്തിന്റെ ഏതവസ്ഥയെയും അവൻ ഈശ്വരന്റെ അനുഗ്രഹമായി സ്വീകരിക്കുന്നു. തത്തെ അനുകമ്പാം സുസമീക്ഷമാണഃ. ഭാഗവതം 10:14-8. ഒരു ഭക്തൻ ആരിൽ നിന്നുള്ള ശിക്ഷയും എപ്പോഴും ഈശ്വരന്റെ കാരുണ്യമായി സ്വീകരിക്കുന്നു. ഒരുവൻ ജീവിതത്തിന്റെ ഈ സങ്കല്പത്തിൽ ജീവിക്കുന്ന പക്ഷം തന്റെ പൂർവകർമ്മങ്ങൾ മൂലം എന്തെല്ലാം വിപരീതങ്ങളാണ് സംഭവിക്കുന്നതെന്ന് അവന് കണ്ടറിയാൻ കഴിയുകയും അതുമൂലം അവൻ ആരെയും പഴിക്കാതിരിക്കുകയും ചെയ്യും. നേരെ മറിച്ച് ദുരിതങ്ങളിലൂടെ പരിശുദ്ധീകരിക്കപ്പെടുന്ന അവൻ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിലേക്ക് അധികമധികം ആകർഷിക്കപ്പെടും. അതുകൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നതും ഒരു പവിത്രീകരണ പ്രക്രിയയാണ്. കൃഷ്ണാവബോധം വികസിപ്പിക്കുകയും പ്രേമത്തിന്റെ അസ്തിത്വത്തിൽ നിലകൊള്ളുകയും ചെയ്യുന്ന ഒരാൾക്ക് പിന്നീട് ഒരിക്കലും കർമ്മത്തിന്റെ നിയമങ്ങൾക്ക് കീഴിൽ സുഖദുഃഖങ്ങൾക്ക് വിഷയീഭവിക്കേണ്ടി വരികയില്ലെന്ന് ശ്രീല വിശ്വനാഥ ചക്രവർത്തി ടാഗോർ പറയുന്നു. തീർച്ചയായും അയാൾ കർമ്മത്തിന് അതീതനാണ്. ബ്രഹ്മസംഹിത പറയുന്നു, കർമാണി നിർദഹതി കിന്തുച ഭക്തി ഭാജാം. ഒരു ഭക്തൻ ഭക്തിയുടെ സേവനം സ്വീകരിച്ചവനാകിയാൽ അവൻ അവന്റെ കർമ്മങ്ങളുടെ പ്രതിപ്രവർത്തനങ്ങളിൽ നിന്ന് മുക്തനാണ്. ഇതേ തത്വം ഭഗവത്ഗീത 14:26 സ്ഥിരീകരിച്ചിട്ടുണ്ട്. സഗുണാൻ സമതീതൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതേ. ഭക്തിയുടെ സേവനത്തിൽ മുഴുകിയിട്ടുള്ള ഒരാൾ അയാളുടെ ഭൗതിക കർമ്മങ്ങളുടെ പ്രതികർമ്മങ്ങളിൽ നിന്ന് മുമ്പേ തന്നെ മോചിതനാണ്. അങ്ങനെ അവൻ വളരെ വേഗം ബ്രഹ്മബോധത്തിൽ അഥവാ അതീന്ദ്രിയതയിൽ എത്തിച്ചേരുന്നു. ശ്രീമദ് ഭാഗവതം 1:2-21 ഇത് പറഞ്ഞിട്ടുണ്ട്. ക്ഷീയന്തേ ചാസ്യ കർമാണി. പ്രേമത്തിന്റെ തലം പുൽകുന്നതിനു മുമ്പ് കർമ്മത്തിന്റെ സർവ ഫലങ്ങളിൽ നിന്നും സ്വതന്ത്രനാകുന്നു. ഭഗവാന് തന്റെ ഭക്തന്മാരോട് അങ്ങേയറ്റം ദയയും വാത്സല്യവും ഉള്ളതിനാൽ ഭക്തൻ ഏതവസ്ഥയിലും കർമ്മഫലങ്ങൾക്ക് വിഷയീഭവിക്കുന്നില്ല. ഒരു ഭക്തൻ ഒരിക്കലും സ്വർഗീയ ഗ്രഹങ്ങൾ കാക്ഷിക്കുകയില്ല. സ്വർഗീയ ഗ്രഹങ്ങൾ, മോക്ഷം, നരകം ഇവകൾ ഭക്തന് വിഭിന്നങ്ങളല്ല. കാരണം അവൻ ഭൗതിക ലോകത്തിലെ വ്യത്യസ്ത അവസ്ഥകളിൽ വിവേചനം കാണുന്നില്ല. ഒരു ഭക്തൻ എല്ലായ്പ്പോഴും ഭഗവത് ഭഗവാനിലേക്ക് മടങ്ങിപ്പോകാനും അവിടെ ഭഗവാന്റെ സഹവാസത്തിൽ നിലകൊള്ളാനും ആകാംക്ഷയുള്ളവനാണ്. ഈ അഭിലാഷം അവന്റെ ഹൃദയത്തിൽ അധികമധികം തീക്ഷ്ണമാകുന്നതിനാൽ സ്വന്തം ജീവിതത്തിലെ ഭൗതിക മാറ്റങ്ങളെ കുറിച്ച് അവൻ ശ്രദ്ധിക്കുകയേ ചെയ്യുന്നില്ല. ചിത്രകേതു മഹാരാജാവ് പാർവതിയാൽ ശപിക്കപ്പെട്ടത് ഭഗവാന്റെ കാരുണ്യമായി പരിഗണിക്കപ്പെടണമെന്ന് ശ്രീ വിശ്വനാഥ ചക്രവർത്തി ടാഗോർ അഭിപ്രായപ്പെടുന്നു. ചിത്രകേതു കഴിയുന്നത്ര വേഗത്തിൽ തന്നിലേക്ക് മടങ്ങി വരണമെന്ന് ഭഗവാൻ ഇച്ഛിച്ചു. അതിനാൽ അദ്ദേഹം അവരുടെ പൂർവ്വ പ്രവൃത്തികളുടെ പ്രതിപ്രവർത്തനങ്ങളെല്ലാം അവസാനിപ്പിച്ചു. ചിത്രകേതുവിന്റെ ഭൗതിക കർമ്മങ്ങളുടെ പ്രതികർമ്മങ്ങൾ അവസാനിപ്പിക്കുന്നതിന് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാൻ പാർവതിയുടെ ഹൃദയത്തിലൂടെ അവനെ ശപിച്ചു. അങ്ങനെ ചിത്രകേതു അവന്റെ അടുത്ത ജീവിതത്തിൽ വൃത്രാസുരനാവുകയും ഭവനത്തിലേക്ക്, അതായത് ഭഗവാനിലേക്ക് മടങ്ങി പോവുകയും ചെയ്തു. वन्देऽहं श्रीगुरो श्रीगुरुकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय राम सुरलोकनमनं कमलगतिः मत्सर्वस्य पदां भोजो राधामदनमोहनं। जय श्री राधामदनमोहनं, जय श्री राधामदनमोहनं। हरि ओम तत्सत्। पूर्वनिष्ठा
എന്നുവെച്ചാൽ ഒരുവന്റെ പൂർവ്വ കർമ്മങ്ങൾക്കനുസരിച്ച് മുമ്പേ നിശ്ചയിക്കപ്പെട്ടത് എന്നാണ്. പൂർവ്വ കർമ്മങ്ങൾക്കനുസരിച്ച് മുൻപേ നിശ്ചയിക്കപ്പെട്ടത്. അതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. വൃത്രാസുരന്റെ കഥയാണ് ഇവിടെ. വൃത്രാസുരന്റെ കഥയിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ചിത്രകേതു എന്ന് പറയുന്ന രാജാവാണ് ഈ മറുപടി ഇവിടെ പറയുന്നത്. എന്താണ് ഈ മറുപടി? ചിത്രകേതു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മാതാവേ, അവിടുത്തെ ശാപം പൂപ്പുകൈകളോടെ ഞാൻ സ്വീകരിക്കുന്നു. ഈ ശാപത്തിൽ എനിക്ക് വിഷമമില്ല. കാരണം സുഖദുഃഖങ്ങളെല്ലാം ഒരുവന്റെ പൂർവ്വ കർമ്മങ്ങളുടെ ഫലം എന്ന നിലയിൽ ദേവന്മാരാൽ നൽകപ്പെടുന്നതാണ്. ഒരു ഉത്തമ വൈഷ്ണവനായിട്ടുള്ള ചിത്രകേതു മഹാരാജാവ് ഇങ്ങനെ പ്രതികരിക്കാനുണ്ടായ കാരണത്തെ കുറിച്ച് നമുക്ക് നോക്കാം. ഈ 6ാം സ്കന്ധത്തില് നാരായണ കവചത്തെ കുറിച്ച് ശ്രീ പരീക്ഷിത് മഹാരാജാവ് സുഖദേവ ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നു. നാരായണ കവചത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച്. ഈ മഹാത്മ്യം ശ്രവിച്ചതിന് ശേഷം ആ നാരായണ കവചം എങ്ങനെ ഒരുവരെ സംരക്ഷിക്കുന്നു എന്നുള്ളതിനായിട്ട് ഒരു കഥ പറയുകയാണ് സുഖദേവ ബ്രഹ്മർഷി. അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൃത്രാസുരൻ എന്ന് പറയുന്ന അസുരൻ, ആ അസുരനും ഇന്ദ്രനും തമ്മിൽ അതിയായിട്ടുള്ള ഘോരമായിട്ടുള്ള യുദ്ധം നടക്കുക. അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. യുദ്ധത്തിനിടയിൽ വൃത്രാസുരനും ഇന്ദ്രനും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നത്? വൃത്രാസുരൻ പറയുന്നു, ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ തയ്യാറാണ്, നീ എന്നെ വേഗം വധിക്കൂ. നിന്റെ കയ്യിൽ വജ്രായുധമുണ്ടല്ലോ, അത് എന്തിനാ വെറുതെ വെച്ചിട്ട് എന്നെ അതുകൊണ്ട് പ്രഹരിക്കുക എന്ന് വൃത്രാസുരൻ പറയാണ്. എന്നിട്ട് ഭക്തിയെ കുറിച്ചുള്ള വിഷയങ്ങൾ അദ്ദേഹം അവിടെ ചർച്ച ചെയ്യാണ്. ഇന്ദ്രനും ചർച്ച ചെയ്യാണ്. 2 ഭക്തന്മാർ തമ്മിൽ യുദ്ധം ചെയ്ത് എങ്ങനെ ഉണ്ടാവും? അതിലൊരു ഭക്തൻ അസുരൻ വില്ലന്റെ വേഷത്തിൽ നിൽക്കുക, മറ്റൊരു ആള് ഇന്ദ്രനാണ്, അദ്ദേഹം നായകന്റെ വേഷത്തിൽ നിൽക്കുക. പക്ഷെ ഇവിടെ വൃത്രാസുരൻ അതിഭീകരമായിട്ടും അതിഘോരമായിട്ടും ഇന്ദ്രനായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. അവസാനം ഇന്ദ്രൻ തന്റെ വജ്രായുധം ഉപയോഗിച്ച് വൃത്രാസുരന്റെ കൈകൾ 2 മുറിക്കും. വൃത്രാസുരൻ എന്ത് ചെയ്യുന്നു? തന്റെ വായ വലുതാക്കിയിട്ട്, വളരെ വലുതാക്കിയിട്ട് ഈ ഇന്ദ്രനെ അങ്ങനെ പാടെ വിഴുങ്ങ. ആ വിഴുങ്ങി വയറ്റിൽ ചെല്ലുന്ന സമയം ശിവനും ബ്രഹ്മവും എല്ലാ ദേവതകളും പറഞ്ഞു, യഹോ കഷ്ടമായി പോയല്ലോ, ഇനി എന്ത് ചെയ്യും? വൃത്രാസുരൻ ഇന്ദ്രനെ വിഴുങ്ങിയല്ലോ. പക്ഷേ ഇന്ദ്രൻ നാരായണ കവചത്താൽ സുരക്ഷിതനായിരുന്നു. അപ്പൊ അദ്ദേഹം അതിനകത്തൊന്നും സംഭവിച്ചില്ല. ആർക്ക്? ഇന്ദ്രൻ എന്ത് ചെയ്തു? ഈ വൃത്രാസുരന്റെ വയറ് പിളർന്നുകൊണ്ട് പുറത്തേക്ക് വരികയുണ്ടായി. എന്നിട്ട് ആ വജ്രായുധം കൊണ്ട് വൃത്രാസുരന്റെ കഴുത്ത് മുറിക്കാനായിട്ട് ആ വജ്രായുധനെ അയച്ചു. ആ വജ്രായുധം 1 വർഷം എടുത്തത്രേ ആ കഴുത്ത് മുറിക്കാൻ. അപ്പൊ വൃത്രാസുരന്റെ ശക്തി എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇങ്ങനെ ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരീക്ഷിത് മഹാരാജാവിന് സ്വാഭാവികമായിട്ട് നമുക്കാണെങ്കിലും ഒരു സംശയം ഉദിക്കും അല്ലേ? ഒരു ഭക്തൻ, അദ്ദേഹം ഭഗവാന്റെ ഭക്തിയെ കുറിച്ച് സംസാരിക്കുന്നു, നിർവ്വാണത്തിനെ കുറിച്ച് സംസാരിക്കുന്നു, എനിക്ക് ഭഗവാന്റെ ഗൗരവത്തിലേക്ക് പോകണം എന്നുള്ള സംസാരം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹത്തെ വധിക്കുന്ന ഒരു രംഗം അവിടെ നടക്കാണ്. അപ്പൊ എങ്ങനെ ഈ നാരായണ പാരായണനാണല്ലോ ഈ വൃത്രാസുരൻ, അദ്ദേഹം എങ്ങനെ അസുരനായി പോയി എന്നൊരു സംശയം ആര് ചോദിക്കുകയാണ്? പരീക്ഷിത് മഹാരാജാവ് ചോദിക്കാം. നാരായണൻ പാരായണന്മാർ എങ്ങനെ അസുരന്മാരാവും? അല്ലയോ സുഖദേവ ബ്രഹ്മർഷി, അങ്ങ് ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും ഈ സംശയം അങ്ങ് എനിക്ക് ദൂരീകരിച്ച് തരണം. അപ്പോ സുഖദേവ ബ്രഹ്മർഷി പറയാണ്, രാജാവെ കേട്ടാലും ചിത്രകേതു എന്ന് പറയുന്ന രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 1 കോടി ഭാര്യമാരുണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പക്ഷേ അങ്ങനെ ഉണ്ടായിരുന്നു. പുരാണങ്ങൾ പ്രതിപാദിക്കുന്നു. അതിനുള്ള കഴിവും ആർക്കുണ്ടായിരുന്നു? അത്ര ചിത്രകേതുവിനുണ്ടായിരുന്നു. എല്ലാവരെയും ഒരുപോലെ പരിരക്ഷിക്കുവാനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരുന്നു എന്നാ പറയുന്നത്? ചിത്രകേതു മഹാരാജാവിനുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ രാജ്യത്തില് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമതകളോ ക്ഷാമമോ ഒന്നും എവിടെയും തന്നെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം വളരെ നല്ല രീതിയിൽ ഭരണവും നടത്തിയിരുന്നു. പക്ഷേ ഒരു ദുഃഖം അദ്ദേഹത്തെ ഇന്നും അലട്ടിയിരുന്നു. എന്തായിരുന്നു അത്? പുത്രനില്ല എന്നുള്ളൊരു ദുഃഖം അദ്ദേഹത്തിന് അലട്ടിയിരുന്നു. അദ്ദേഹത്തിന് ആ പുത്ര ദുഃഖം മാറ്റാനായിട്ട് ഒരു ഋഷി യാഗം നടത്തി അദ്ദേഹത്തിന് ഒരു ഹവിസ് നൽകി. ഭഗവാൻ വിഷ്ണുവിന്റെ അവിടെ നിന്ന് നൽകിയിട്ടുള്ള ആ
പായസം അദ്ദേഹത്തിന്റെ പ്രഥമ പത്നിക്ക് നൽകിയുണ്ടായി. അവരത് സേവിച്ചു. ഉടനെ തന്നെ അവർക്ക് എന്തുണ്ടായി? ഒരു കുഞ്ഞ് അദ്ദേഹത്തിന്റെ ആ മാതാവിന്റെ വയറ്റിലുണ്ടായി. ആ കുഞ്ഞ് ജനിച്ചു. ആ ഋഷി ആ പായസം കൊടുക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഇത് തന്നെ നിന്റെ സന്തോഷത്തിന് കാരണവുമാകും, ഒപ്പം നിന്റെ ദുഃഖത്തിനും കാരണമാകും. പക്ഷെ ഇതൊന്നും ആര് ശ്രദ്ധയിൽ കൊണ്ടില്ല. എന്താ കാരണം? വരാൻ പോകുന്ന സുഹൃത്തിനെ മാത്രമേ ആരും കണ്ടുള്ളൂ, ചിത്രഗീത കണ്ടുള്ളൂ. അദ്ദേഹം അത് ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ കുഞ്ഞിനെ പ്രസവിച്ചു. കുഞ്ഞിനെ എല്ലാവരും പരിലാളിച്ചു. പക്ഷേ ഈ 1 കോടി ഭാര്യമാരിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവർക്കും തങ്ങളുടെ ഉള്ളിൽ എന്തുണ്ടായി? അത് മാത്രം ഉണ്ടാവാൻ പാടില്ല. ഈ അസൂയ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭഗവാൻ ഉടനെ തന്നെ ഇറങ്ങി വേറൊരു സീറ്റ് എടുത്ത് അവിടെ ഇരിക്കും. അതാണ് ഭഗവാൻ. ഭഗവാൻ അസൂയ മാത്രം പറ്റില്ല, അഹങ്കാരവും പറ്റില്ല. നമ്മൾ ഈ പുരാണങ്ങളിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ അസൂയയുടെയും വിഷവിത്തുകളെ ഭഗവാൻ എടുത്തു വലിച്ച് പുറത്തേക്ക് കളയുന്ന ഒരുപാട് കഥകളുണ്ട് നമുക്ക് ശ്രമിക്കാനായിട്ട്. അപ്പൊ ഇവിടെയും എന്ത് സംഭവിക്കുകയാണ്? ഈ അസൂയയുടെ ഫലമായിട്ട് ചിത്രകേതുവിന്റെ കുട്ടീനെ നിഷ്കരണം ആര് വധിക്കുകയാണ്? ബാക്കിയുള്ള പത്നിമാരെല്ലാവരും ചേർന്ന് വധിക്കുകയാണ്. അതീവ ദുഃഖിതനായ ആര്? ചിത്രകേതു. ദുഃഖം സഹിക്കാതെ അദ്ദേഹം അലഞ്ഞു തിരിയാൻ തുടങ്ങി. ആ സമയം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് അംഗിരസ് മുനിയും നാരദ മുനിയും വന്നിട്ട് ഉപദേശങ്ങൾ നൽകുകയാണ്. ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? ഈ കുഞ്ഞെന്ന് പറയുന്നത് താൽക്കാലികമാണ്. ഈ ബന്ധങ്ങളെല്ലാം തന്നെ താൽക്കാലികമാണ്. ഇതൊരു നാൾ നമ്മളെ വിട്ട് പിരിയും. അതിനാൽ നിങ്ങളുടെ ഈ ദുഃഖം മാറ്റിവെക്കണം. നിങ്ങൾ ഭഗവാനിന് ശരണം പ്രാപിക്കണം. അപ്പൊ അദ്ദേഹം ചോദിക്കണം, നിങ്ങൾ ആരാണ്? അപ്പൊ അവര് പറയാണ്, ഞാൻ നാരദൻ, ഇത് അംഗിരസ്. അങ്ങനെ അവരെ പരിചയപ്പെടുത്തുന്നു. ഭഗവാൻ എങ്ങനെ പ്രീതിപ്പെടുത്തണം, ഭഗവാനോട് എങ്ങനെ പ്രാർത്ഥന ചെയ്യണമെന്നെല്ലാം ആരിൽ നിന്ന് ശ്രമിക്കുകയാണ്? ചിത്രകേതു അംഗിരസിൽ നിന്നും നാരദമുനിയിൽ നിന്നും ശ്രമിക്കുകയാണ്. എല്ലാ ഭക്തന്മാർക്ക് പിന്നിലും ആരുണ്ടാവും? എല്ലാ ഭക്തന്മാർക്ക് പിന്നിലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. ആരാണത്? നാരദമുനി അല്ലെ? നല്ലൊരു ടീച്ചറാണ്. ഓടി നടന്ന് തിരിച്ച്. അപ്പോ ഇവിടെയും അദ്ദേഹം ചിത്രകേതുവിന് വേണ്ട ഉപദേശങ്ങൾ നൽകി. ചിത്രകേതു പ്രാർത്ഥന നൽകുകയാണ്. ഒരു ചാപ്റ്റർ തന്നെ ഉണ്ട് ചിത്രകേതുവിന്റെ പ്രാർത്ഥന. അതിനകത്ത് അദ്ദേഹം ഭഗവാനോട് അപ്പമഴിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഭഗവാൻ സംപ്രീതനായി അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷനായി. അദ്ദേഹത്തിന് വേണ്ട അനുഗ്രഹങ്ങളെല്ലാം നൽകി. ശേഷം ഭഗവാൻ പിരിയുകയും ചെയ്തു. ചിത്രകേതു വളരെ സന്തുഷ്ടനായി. അതിനുശേഷം അദ്ദേഹത്തിന്റെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ നൽകിയ അനുഗ്രഹത്തല്ല, അദ്ദേഹത്തിനൊരു പുഷ്പക വിമാനം വിഷ്ണു ഭഗവാൻ തന്നെ നൽകുകയുണ്ടായി. ഈ വാഹനത്തിൽ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയം ആരെ കാണാൻ ഇടയാവുകയാണ്? സുമേരു പർവ്വതത്തില് മഹർഷി സിദ്ധന്മാർക്കിടയിൽ ശിവപാർവതിമാരിയ്ക്കുകയാണ്. ഇങ്ങനെ അറിയിക്കുന്ന രണ്ടുപേരും ആലിംഗനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഋഷിമാർക്കിടയിൽ ഇങ്ങനെ ഇരിക്കുന്നല്ലോ. ഇത് കണ്ടപ്പോ ചിത്രകേതുവിന് പരിഹാസം തോന്നി. അദ്ദേഹം ഉറക്കെ ചിരിക്കുകയും മഹാദേവനോട് സംസാരിക്കുകയും ചെയ്തത് ശരിയായിരുന്നു. മഹാദേവൻ ഇതെല്ലാം ശ്രമിച്ചതിന് ശേഷം വളരെ ഇതിനായിട്ട് തന്നെ ഒന്നും ഉരിയാടാതെ മഹത്തുക്കളിൽ മഹത്തായിട്ടുള്ള മഹാദേവൻ ഒന്നും ഉരിയാടാതെ ഉണ്ടാതെ നിന്നു. അദ്ദേഹത്തിനെ കണ്ട് മറ്റു ഋഷിമാർ എന്ത് ചെയ്തു? ഉണ്ടാതെ നിന്നു. പക്ഷേ പാർവതി ദേവിക്ക് അത് സഹിച്ചില്ല. പാർവതി ദേവി എന്ത് ചെയ്തു? ഉടനെ തന്നെ ചിത്രകേതുവിനെ ശപിച്ചു. ഇവിടെ സനത്കുമാരന്മാര് അതുപോലെ തന്നെ ഋഷിവര്യന്മാരൊക്കെ ഇവിടെയുണ്ട്. ഇവർക്കൊന്നും തോന്നാത്ത സദാചാരം നിനക്ക് മാത്രമേ ഇങ്ങനെ തോന്നി. അപ്പോ ശാപം കൊടുക്കരുത്. ശാപം അല്ലയോ ബുദ്ധിഹീന പ്രിയപ്പെട്ട പുത്ര, നീ ചെയ്തത് തെറ്റായി പോയി. അതുകൊണ്ട് നീ അസുരന്റെ കുടുംബത്തിൽ ജനിക്കുക. അതുവഴി നിനക്ക് ഇതുപോലുള്ള സത്തുക്കളോട് ഇത്തരത്തിലുള്ള പെരുമാറ്റം ഇനി മുതൽ നീ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാതാവ് ആരെ ശപിക്കുകയാണ്? ചിത്രകേതുവിനെ ശപിക്കുകയാണ്. അപ്പോ ഇത് കേട്ട് ചിത്രകേതു പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ വായിച്ചത്. ഈ ശ്ലോകം, ഈ ശാപം കേട്ടിട്ട് ചിത്രകേതു പാർവതി മാതാവിനോട് മറുപടി പറയുകയും വേണ്ടുന്ന ഉപചാരങ്ങൾ തിരിച്ചർപ്പിക്കുകയും ചെയ്ത് പാർവതി മാതാവിനെയും മഹാദേവനെയും സംപ്രീതനാക്കുകയാണ് ചിത്രകേതു. അപ്പൊ ഇത് എന്നിട്ട് തന്റെ വിമാനത്തിൽ കയറി അദ്ദേഹം പോവുകയും ചെയ്തു. ഇത് കണ്ട് മഹാദേവനും പാർവതിയും അത്ഭുതപ്പെടുകയും പരസ്പരം നോക്കി പുഞ്ചിരിക്കുകയും ചെയ്തു അത്ര. അപ്പൊ ആ മഹാദേവൻ അറിയാം എന്താണ്
ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആ ഭക്തൻ ഏത് വിധത്തിലാണ് പെരുമാറുക, തനിക്ക് വരുന്ന ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ ഇവിടെ പറയുന്നുണ്ട്. പൂർവ്വകർമ്മങ്ങളുടെ ഫലമെന്ന നിലയിൽ എനിക്ക് ലഭിച്ചതാണിത്, അങ്ങയുടെ ഈ ശാപത്തെ ഞാൻ ശിരസാ വഹിക്കുന്നു എന്ന് അത് പറയുന്നുണ്ട്. ചിത്രകേതു പറയുന്നുണ്ട്. ഇതുപോലുള്ള സാഹചര്യങ്ങൾ നമ്മൾക്കും ഒത്തിരി കാണാൻ സാധിക്കും. അതായത് ഇന്ദ്രൻ ഈ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഈ ചിത്രകേതു വൃത്രാസുരനായിട്ട് ജനിക്കുവാനായിട്ട് ഒരു കാരണമുണ്ടായത് ഇന്ദ്രൻ അദ്ദേഹത്തിന്റെ ആചാര്യനെ മൂന്ന് തലകളോട് കൂടിയിട്ട് ഒരു ആചാര്യനുണ്ട്, പേര് ത്രിശിരസ്. അദ്ദേഹം ഈ പൂജാതി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു അത്രേ? എല്ലാ ദേവതകൾക്കും ഉപചാരം അർപ്പിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മാതാവ് അസുര സ്ത്രീയാണ്. അതിനുശേഷം അവരെന്ത് ചെയ്യും? ഈ അസുരന്മാർക്കും ഇദ്ദേഹം വേണ്ടുന്ന ഉപചാരം ഈ പൂജാതി കർമ്മങ്ങളിലൂടെ നൽകുന്നത്രേ. ആ ഉപചാരം നൽകുക വഴി ആ അസുരന്മാരെന്ത് ചെയ്യാൻ പ്രബലന്മാരെ കൊണ്ടിരിക്കുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്. ഇത് അറിഞ്ഞ ഇന്ദ്രദേവൻ എന്ത് ചെയ്തു? ഈ ത്രിശിരസിന്റെ മൂന്ന് തലയും വെട്ടിക്കളഞ്ഞു. അപ്പോൾ ത്രിശിരസിന്റെ അച്ഛൻ ഒരു ഹോമം നടത്തുന്നതിന് ശേഷം ആ ഹോമത്തില് ആണ് ആര് ജനിക്കുന്നത്? ഈ വൃത്രാസുരൻ ജനിക്കുന്നത്. ആരാണ്? ഈ ചിത്രകേതു. ഈ ശാപത്തിന്റെ ഫലമായി അദ്ദേഹം അസുരനായിട്ട് ജനിക്കുകയാണ്. വൃത്രാസുരനായിട്ട് ജനിക്കുകയാണ്. ആ അസുരനാണ് എന്ത് ചെയ്യുന്നത്? അസുരന്റെ നിയോഗം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രനെ വധിക്കുക എന്നുള്ളതാണ്. പക്ഷെ പൂജ കഴിക്കുന്ന സമയത്ത് ഈ പൂജകളിലൊക്കെ തെറ്റായിട്ടുള്ള മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ ഇടയായതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഫലം അതിനൊക്കെ സിദ്ധിച്ചില്ല. എന്ന് വെച്ചാൽ ഇന്ദ്രനെ വധിക്കാനുള്ള ഒരു അസുരനെ അതിനകത്ത് ജനിപ്പിക്കാൻ സാധിച്ചില്ല. പകരം ഇന്ദ്രനാൽ വധിക്കപ്പെടുന്ന ഒരു അസുരനാണ് അതിനകത്ത് സൃഷ്ടിക്കപ്പെട്ടത്. ഒക്കെ ഭഗവാന്റെ കാരുണ്യമാണെന്ന് വേണം പറയാൻ, അല്ലെ? ഇപ്പൊ നോക്കാം, പാർവതി മാതാവ് ആര് ശപിച്ചു? ചിത്രകേതുവിനെ ശപിച്ചു. ഇത് ഭഗവാന്റെ ഒരു കാരുണ്യമാണ്. ഇപ്പോൾ പ്രഭുവിടെ വായിച്ചപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ലാസ്റ്റ് പാരഗ്രാഫില് പ്രഭുപാദ് പറയുന്നുണ്ട്, ഇത് ഭഗവാന്റെ തന്നെ കാരുണ്യമാണ്. എന്താണ് കാരണം? ഭഗവാൻ എല്ലാ അനുഗ്രഹവും ആർക്ക് കൊടുത്തു? ചിത്രകേതുവിന് കൊടുത്തു. ചിത്രകേതു അതിനുശേഷം സുഖലോലുപമായിട്ട് തന്റെ ജീവിതം നയിക്കുകയായിരുന്നു ഈ കോടാനുകൂടി ഭാര്യമാരൊക്കെ ഒത്ത്. പക്ഷെ ഇവരൊക്കെ ഉണ്ടാകുമ്പോഴും അദ്ദേഹത്തിന്റെ നാമത്തിലോ അദ്ദേഹത്തിന്റെ ഭഗവാനുള്ള സേവനത്തിലോ ഒരു തരത്തിലുള്ള കളങ്കവും വരുത്തുവാനായിട്ട് അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു, വരുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പവിത്രനായിട്ട് തന്നെ നിലകൊണ്ടു. എങ്കിലും അവിടെ നിന്ന് വിട്ടുപോകാനുള്ള മനോഭാവം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല, ഉടലെടുത്തിരുന്നില്ല. പരമകാരുണ്യവാനായിട്ടുള്ള ഭഗവാൻ അദ്ദേഹത്തെ ഭൂലോകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിന്റെ ഉള്ളിൽ പൂർവ്വാർജിതമായിട്ടുള്ള എന്തെങ്കിലും ഒരു ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നിഷ്കാസനം ചെയ്യുന്നതിന്, ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് അസുരനായിട്ട് അദ്ദേഹത്തെ ജനിപ്പിച്ചത്, അല്ലെ? അപ്പം ഇവിടെ പറയുന്നുണ്ട് പ്രഭുപാദ്, നമ്മളെല്ലാവരും തന്നെ ഭഗവാന്റെ ഭക്തിയിൽ ഏർപ്പെട്ടുകൊണ്ട് ഭഗവാന് വേണ്ടി സേവനം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലുള്ള ഈ വാസന, എന്തിനുള്ള വാസന? ഈ പാപം ചെയ്യാനുള്ള വാസന നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കും. അപ്പൊ അതിനെ തട്ടി ഉണർത്താനും അതിനെ ഇല്ലായ്മ ചെയ്യുവാനും നമ്മുടെ മുന്നിൽ തന്നെ ഭഗവാൻ ചില ആൾക്കാരെ ഇവിടെ മുരളീഗോവിന്ദാസ് പ്രഭു എപ്പോഴും പറയും, ഇന്ദ്രലോകത്തിന് ആളെ അയക്കാൻ പറ്റൂല, വൃത്രാസുരനെ അയക്കാം, പക്ഷെ നമുക്ക് അയക്കാൻ പറ്റും. നമ്മൾ അത്രയും പ്രബലമല്ലാത്തതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾക്കിടയിലുള്ള ഒരാളെ തന്നെയാണ് നമ്മളായിട്ട് നിയോഗിക്കുക. ഇന്ദ്രനായിട്ട് അവർ വരും, വൃത്രാസുരനായിട്ട് നമ്മൾ നിൽക്കും, അല്ലെ? എന്നിട്ട് നമ്മൾ വധിക്കപ്പെടണം. എന്താണ് നമ്മളിൽ വധിക്കപ്പെടേണ്ടത്? ആ വാസന. നമ്മുടെ ഉള്ളിൽ ഒരു വാസന ഉണ്ടാവുമല്ലോ, ആ വാസനയെ നമ്മൾ ഇല്ലായ്മ ചെയ്യുകയാണ് ഈ പ്രക്രിയയിലൂടെ. സോറി പറയണം, ക്ഷമ പറയണം, അതിനകത്ത് തമ്മിൽ കയർക്കണം, ദേഷ്യപ്പെടണം, പിണങ്ങി കുറച്ചു കാലം ഉണ്ടാതിരിക്കണം. ഇതൊക്കെ സംഭവിക്കും. ഈ പിണങ്ങി കുറച്ചു കാലം നമ്മൾ വേർപെട്ട് നിൽക്കുന്ന സമയം നമ്മുടെ ഉള്ളിലുള്ള അടുക്കുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആലോചിക്കുന്ന ആലോചനകളാണ് യഥാർത്ഥമായിട്ട് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ വാസന. അതിനെയാണ് എടുത്ത് പുറത്ത് കളയേണ്ടത്. എന്തെന്നാണ്? നമ്മൾ പിണങ്ങി നിൽക്കുന്ന സമയത്ത് ഇനിയാവും സംസാരിക്കണമെന്ന് ശരിയല്ല, അല്ലെ? ഇയാളെ കാണുന്നതന്നെ എനിക്കിഷ്ടമല്ല, നമുക്ക് അങ്ങനെ സംസാരിക്കുന്ന അഹങ്കാരം. ഇത് ആരുടെ മനസ്സിലുണ്ടോ അത് അവിടെയാണുള്ളത്, അവിടെയില്ല. ആ സംസാരിക്കുന്ന ആളുടെ മനസ്സിലില്ല. അഹങ്കരിക്കുന്നു എന്ന് ചിന്തിക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ അത് പ്രബലമായിട്ടുണ്ടെന്നാണ്.
അല്ലെ? ഇതൊക്കെ നമ്മുടെ ശിക്ഷാഗുരു നമുക്ക് അങ്ങനെ നീറ്റായിട്ട് പല ടോപ്പിക്കുകളിലൂടെ പല രീതിയിൽ അദ്ദേഹം അതൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അനുഭവവേദ്യമാവുമ്പോൾ നമ്മളതിനെ റിയലൈസ് ചെയ്യണം. ആ ക്ലാസ്സുകൾ നമ്മൾ എപ്പോഴാണ് നമ്മൾ ഉപകാരപ്രദമാക്കേണ്ടത്? നമ്മളിൽ ഇതെന്തായാലും വരും, ഉറപ്പാണ്. അത്രയും വൃത്തിയും അത്രയും ശുദ്ധിയും നമ്മളിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ സംഗതികളും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന വാസനകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വന്നു ചേരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടുന്ന വസ്തുത എന്താണ്? നമ്മളുടെ ഗുരു, നമ്മുടെ ശിക്ഷാഗുരു വളരെ കഷ്ടപ്പെട്ട് അദ്ദേഹം ക്ലാസ്സുകളൊക്കെ ഉണ്ടാക്കി നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ ആ സമയം നമുക്ക് എന്ത് ചെയ്യണം? ഓർമ്മയിലേക്ക് വരണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അതിന് സുഹൃത്തം ചെയ്യണം. കൃത്യസമയത്ത് ഓർമ്മ വരണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സുഹൃത്തം നമുക്ക് ചെയ്യണം. സുഹൃത്തം ഉണ്ടായാലേ യഥാർത്ഥ ഓർമ്മ നമുക്ക് വരണം. എന്താണ് സുഹൃത്തം? സുഹൃതം എന്നാണ് നല്ല പ്രവൃത്തി നടത്തം. എന്താണ് നല്ല പ്രവൃത്തി? ഭഗവാന്റെ സേവനം തന്നെയാണ്. അതിൽ പ്രബലമായിട്ടുള്ള സേവനം എന്താണ്? ഏറ്റവും പ്രഥമമായിട്ടുള്ള സേവനം എന്താണ്? നിത്യവും രാവിലെ നമ്മൾ ജപിക്കുന്നത് കഴിഞ്ഞിട്ടേ നമ്മൾ ഇറങ്ങാറുള്ളൂ പുറത്തേക്ക്, അല്ലേ? അപ്പോൾ നാമം ജപിക്കണം. നാമം ജപിക്കുന്ന സമയം അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി ജപിക്കണം. അല്ലാതെ ഒരു പറഞ്ഞു നാമം ജപിക്കണം, 14 നാളെ ജപിച്ചു കഴിഞ്ഞു, ഓക്കെ ഇനി എനിക്കൊരു കുഴപ്പം വരില്ല, ഈ ചിന്താഗതിയെ അപകടം, അല്ലെ? നാമം ജപിക്കുന്ന സമയം നമ്മുടെ ഉള്ളിൽ ആ നാമത്തിനെ കുറിച്ചുള്ള ചിന്ത എത്രത്തോളം നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുന്നു അത്രത്തോളം നമുക്ക് പരിശുദ്ധീകരിക്കപ്പെടും നമ്മൾ. അല്ല, ആ ചിന്തയൊന്നും നടക്കില്ല എന്ന് വെച്ചോളൂ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ ക്ഷമയേലേ കേവലം, അല്ലെ? ഇനി എത്ര ജന്മം നമ്മൾ അങ്ങനെ ജപിച്ചാലും എന്ത് ഫലമേ ഉണ്ടാവുള്ളൂ? ആ സമയം വാഴാക്കുക എന്നുള്ള ഫലം ഈ ജന്മം നിർത്തി ജരാവാടി അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ അജാമിൽ നാമം ഒരു പ്രാവശ്യം ചൊല്ലുമ്പോഴേക്കും അദ്ദേഹത്തിന് എന്ത് കിട്ടി? ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള അവസരം കിട്ടിയല്ലോ. ഇത് നമ്മൾ നിത്യവും ജപിക്കണമല്ലോ, നമുക്കത് കിട്ടിയില്ലേ? ചോദ്യം ഉന്നയിക്കാം, അല്ലെ? നമ്മുടെ ഉള്ളിൽ ആ ചോദ്യം നമുക്ക് വരാവുന്നതേ ഉള്ളൂ. പക്ഷെ അജാമൻ ഇവിടെ നമ്മുടെ ശിക്ഷാഗുരു പറഞ്ഞിരുന്നു, അജാമൻ ജപിച്ച സമയം അദ്ദേഹം 2 കാര്യങ്ങളും ചെയ്തിരുന്നില്ല. ഒന്ന് എന്താണ്? അപരാധം ചെയ്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? പരിപൂർണ ആശ്രിതനായിരുന്നു. അവിടെ പരിപൂർണമായിട്ട് ആശ്രയമായിരുന്നു നാമത്തിൽ. നാമം ആദ്യം ആയിക്കോട്ടെ, അവിടെ അദ്ദേഹം ഉദ്ദേശിച്ച ആരെയായിക്കോട്ടെ, പക്ഷെ ആ നാമത്തിൽ അദ്ദേഹം പരിപൂർണമായിട്ടും സമർപ്പിതനായിരുന്നു എന്നുള്ളതാണ്. നമ്മൾ നാമം ജപിക്കുന്നു, നമ്മൾ എത്ര ആശ്രയം നമ്മുടെ ഭഗവാനോട് നാമം ജപിക്കുന്ന സമയത്ത് വയ്ക്കാറുണ്ട്. എനിക്കിനി ആരുമില്ല ഭഗവാനെ, ഇപ്പൊ ഞാൻ ജപിക്കുന്നത് എന്റെ അവസാന നാമമാണെന്ന് ആര് മനസ്സിൽ ചിന്തിക്കുന്നു? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാൻ ചിന്തിക്കുന്നില്ല. കൈകൊക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? അപ്പൊ നമ്മൾ ജപിച്ചിട്ട് എന്താണ് നമുക്ക് മാറ്റം വരാൻ പോകുന്നത്? അപ്പൊ പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? ആ ആശ്രയ മനോഭാവം വേണ്ടേ? അത് കൊണ്ടുവരണം നമ്മുടെ ഉള്ളിലേക്ക്. അതിന് നമ്മൾ നിത്യവും നാമം ജപിക്കുമ്പോൾ ശ്രീനിവാസ് ഹരിദാസ് പ്രഭു അദ്ദേഹത്തിന്റെ സെഷനിൽ, രാവിലെ ജപ സെഷനിൽ അദ്ദേഹം പറയുണ്ടായി, നാമം ജപിക്കുന്ന സമയം നമ്മൾ എന്താണോ ജപിക്കുന്നത് അത് നമ്മുടെ കാതിലൂടെ ശ്രവിക്കണം. ആ ശ്രവിക്കുന്ന വസ്തു നമ്മളുടെ ഉള്ളിലേക്ക്, ഹൃദയത്തിലേക്ക് കയറി ചെല്ലണം. ആ കയറി ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ഹൃദയത്തിനെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ഭൗതിക മാലിന്യങ്ങൾ, നമ്മൾ പാട്ട് പാടുന്ന സമയത്ത് അല്ലെങ്കിൽ കീർത്തനം ചെയ്യുന്ന സമയത്ത് കൈ കൊട്ടാതിരിക്കാൻ നമ്മുടെ കൈക്ക് ബലം കൊടുക്കുന്ന ആ ഒരു ബലമുണ്ടല്ലോ. നമ്മളോട് നൃത്തം ചെയ്യുന്ന എല്ലാവരും നൃത്തം വെക്കുമ്പോൾ നമ്മുടെ കാലുകൾക്ക് അനക്കം കൊടുക്കാതിരിക്കുന്ന ആ ഒരു കവചമുണ്ടല്ലോ ഹൃദയത്തിന്റെ മുകളിൽ, അല്ലേ? അങ്ങനെ ഒരു കവചമുണ്ട് നമുക്കെല്ലാവർക്കും. ആ കവചത്തെ നമ്മൾ മൃദുലമാക്കണം. ആ മൃദുലമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ നാമം നമ്മൾ ശ്രവിക്കുന്ന സമയം അതിനെ നമ്മൾ ശ്രവിക്കണം, മനോഹരമായിട്ട് ശ്രവിക്കണം. അതിനുള്ളിലേക്ക് വിടണം, ഹൃദയത്തിനകത്തേക്ക്. അത് ചെല്ലുന്ന സമയം നമ്മൾ തുണി കഴുകുന്ന സമയത്ത് സോപ്പ് എന്തിനായിരുന്നു? ആ അഴുക്ക് ഇളകാൻ വേണ്ടിയിട്ടാണ്. എന്ന് തള്ളുമ്പോൾ അത് പൊക്കോളും. അതുപോലെ ആ അഴുക്കിനെ പതുക്കെ അത് നിർമ്മലമാക്കും. ഇനി അത് വൃത്തിയാക്കാൻ എളുപ്പമാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് നമ്മളിവിടെ ചെയ്താൽ മാത്രമാണ്, അല്ലാതെ നമ്മൾക്കിതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ നമ്മളിലേക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയണു 4.22 എതിർച്ഛാലാപസന്തുഷ്ടോ ദ്വന്ദ്വാതീതോ വിമത്സര സമസിദ്ധാവസിദ്ധൗ ച കൃത്വാപി ന നിബധ്യതേ. താനേ വന്നു ചേരുന്ന നേട്ടങ്ങളിൽ സംതൃപ്തനും ദ്വന്ദ്വമുക്തനും നിർമ്മത്സ